മോഹൻലാൽ സാറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാറില്ല, ഞാൻ ആഗ്രഹിച്ചാൽ എന്നിലേക്ക് വരും. അതെ, അതത്ര കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. ആ പോയിന്റാണ് കോൺഫിഡൻസ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എപ്പോഴും നഷ്ടത്തിൻ്റെ ഒരു പേടിയാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവുക. ഈ നഷ്ടത്തിൻ്റെ പേടി ഡെവലപ്പ് ചെയ്ത് ഇത് ഫോഗി മൈൻഡ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഫോഗി മൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആകും. സ്മാർട്ട് ബ്രെയിൻ ഒട്ടും വർക്ക് ചെയ്യില്ല. നിങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തെ കാണുക, അഫർമേഷൻസ് എഴുതുക, വിഷ്വലൈസേഷൻ ചെയ്യുക. വളരെ ശൂന്യമാക്കി, മെഡിറ്റേഷന് ശേഷം വളരെ മനസ്സിനെ ശൂന്യമാക്കിയിട്ട് ഇതിനെ വിഷ്വലൈസേഷനിൽ കാണുക. കാഴ്ചയിൽ കാണുക എന്ന് പറയില്ലേ, നമ്മളത് കാണുക, നമ്മളത് അനുഭവിക്കുന്ന പോലെ. നമ്മൾ ആഗ്രഹിച്ച വാഹനത്തിൻ്റെ ആ എംപ്ലം, ഇതൊക്കെ വിഷ്വലൈസേഷനിലൂടെ കണ്ടാൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കപ്പെടും. നമസ്കാരം മാം. നമസ്കാരം ഗായത്രി. മാം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോസ് ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണമല്ലോ. ആക്ച്വലി എന്താണ് നമ്മൾ ഇടേണ്ട കുറച്ച് എഫേർട്സും കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാണ്? അതിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയേണ്ടി വരും. ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പാഷൻ. ലോ ഓഫ് പാഷൻ. ഓക്കെ. ഉത്തരവാദിത്തം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട്. ചില ഏരിയയിൽ നമ്മൾ പഠിച്ചെത്തിക്കഴിയുമ്പോഴേക്കും അയ്യോ ഞാനിതിൽ പാഷനേറ്റ് അല്ല, ഞാൻ പാഷനേറ്റ് ആയത് വേറൊരു കാര്യത്തിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളിലൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണോ എങ്കിൽ ആദ്യം തന്നെ നാണമെന്ന് പറയുന്ന ഷൈ അതിനെ അങ്ങ് മറന്നേക്കുക. നേരത്തെ നമ്മൾ ഈഗോ പറഞ്ഞതുപോലെ തന്നെ നാണത്തെ മറക്കുക. നാണിച്ചിട്ട് പറയാതെയും പ്രവർത്തിക്കാതെയും അതിലേക്ക് ഉൾക്കൊണ്ട് വരാതെയും ഇരുന്നാൽ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്വം. നിങ്ങൾക്ക് പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം. പറ്റാത്തതായെന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് പറയുന്നു. കാരണം ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇത് ലോങ് റൺ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അയ്യോ ഇതെനിക്ക് പറ്റുന്നതായിരുന്നു എന്നുള്ളത്. അവിടെ നമ്മൾ അതിനെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് എങ്ങനെ അതിൽ ആക്ഷൻസ് വരുത്താൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ ആക്ഷൻ്റെ റിയാക്ഷൻ കിട്ടുന്ന ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എനിക്ക് അവിടെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കണം. അതിലൂടെ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്താൻ പറ്റും. അവിടെ നമ്മുടെ പാഷൻ വർക്ക് ചെയ്യും. എനിക്ക് ഇന്നതിന് പാഷനുണ്ട്, ഇന്നതിന് വാസനയുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്താണെന്ന് തിരിച്ചറിയുക. നമ്മൾ നേരത്തെ അധ്യായങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളെയും ആളുകൾ പറയും, പ്രവൃത്തിയിലേക്ക് എത്തിക്കുമ്പോൾ പലരും പിന്നേക്കമാണ്. പലപ്പോഴും നമ്മളുടെ കൊച്ചു കുട്ടികളിൽ തന്നെ സ്കൂള് കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ സ്കൂളിൽ അധ്യയന വർഷത്തിൽ മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ജീവിതം പഠിച്ചില്ല, ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് പഠിച്ചില്ല. അത് കുറേയേറെ സഞ്ചരിച്ച് കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത്. ഇന്നത്തെ കുട്ടികളിൽ ചിലരിൽ ഞാൻ കാണുന്നുണ്ട് ഈ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വർക്ക്, റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഭൂരിഭാഗം കുട്ടികളും ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ വിവാഹത്തിൽ നിന്ന് പോലും ഒളിച്ചോടുന്നൊരു കാലഘട്ടം വന്നേക്കാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഈ പറയുന്ന അഫർമേഷൻസിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാഡം, ഇപ്പോൾ ഈ നമ്മൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം അതിലിടേണ്ടത്? മാം പറഞ്ഞു ഫസ്റ്റ് റെസ്പോൺസിബിൾ ആയിരിക്കുക, അതിനുശേഷം നമ്മൾ പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ആ ഒരു അഫർമേഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അതിലെടുക്കേണ്ടത്? ഓക്കെ, നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അല്ലേ? നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യപ്പെടാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇന്നതാവണം, ഈ ലെവലിലെത്തണം, ഈ സംഭവങ്ങൾ വാങ്ങിക്കണം
എന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ആദ്യം ജനിക്കും. ഒരു ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു പോസിറ്റീവ് സൈഡിലൂടെ ആഗ്രഹങ്ങൾ ജനിക്കപ്പെടുന്നു. ഈ ആഗ്രഹങ്ങളെ എഴുതി ചിട്ടപ്പെടുത്തുമ്പോൾ സംശയം എന്ന് പറയുന്നൊരു കാര്യം വരുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്യാൻ നമുക്കത് സംഭവിക്കുന്ന പോലെ ഈ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ കാണുന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക എന്നുള്ളതുണ്ട്. ഈ സ്വപ്നങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമോ? അവിടെ വീണ്ടും ഒരു ചോദ്യം വരാം. ഇതെല്ലാം സംശയത്തിൻ്റെ ചോദ്യങ്ങളാണ്. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത്. ഈ സംശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ഞാൻ കാണുന്ന സ്വപ്നം എനിക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനും എൻ്റെ ലൈഫിൽ വളരെ നല്ലൊരു ജീവിതം എനിക്ക് ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സങ്കല്പവും സ്വപ്നവും ഒക്കെ കാണുന്നത്. അതിൽ എൻ്റെ ഫാമിലി ഉണ്ടാകാം, എൻ്റെ ജോബ് ഉണ്ടായിരിക്കാം, കരിയർ ഉണ്ടായിരിക്കാം, ബിസിനസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വരുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അവിടെ എപ്പോഴും നഷ്ടത്തിൻ്റെ ഒരു പേടിയാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവുക. ഈ നഷ്ടത്തിൻ്റെ പേടി ഡെവലപ്പ് ചെയ്ത് വലിയ ഒരു കറുത്ത കാർമേഘം പോലെ അദ്ദേഹത്തെ വന്ന് മൂടും. ഇത് ഫോഗി മൈൻഡ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഫോഗി മൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആവും. സ്മാർട്ട് ബ്രെയിൻ ഒട്ടും വർക്ക് ചെയ്യില്ല. പാസീവ് ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒന്നൊന്നൊന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുക. അതായത് ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് നമ്മളിലേക്ക് അവിടെ സംഭവിക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പാസീവ് മൈൻഡിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. കാരണം അദ്ദേഹം വിശ്വസിക്കാനുള്ള ഉത്തരവാദിത്തം പോലും അവിടെ ഏറ്റെടുക്കുന്നില്ല. അവിടെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പാഷനേറ്റ് ആയിട്ട് അദ്ദേഹം മനസ്സിൽ കണ്ട സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുക? അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വെറുതെയാണ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു മടയത്തരമാണ്, തെറ്റാണ്. അതൊരിക്കലും ചെയ്യാതെ നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക, അതിൻ്റെ പാഷനേറ്റ് ആയിട്ട് കാണുക, അതിനെ വിശ്വാസം അർപ്പിക്കുക. ആസ്ക്, ബിലീവ്, റിസീവ്. നിങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തെ കാണുക, അഫർമേഷൻസ് എഴുതുക, വിഷ്വലൈസേഷൻ ചെയ്യുക. വളരെ ശൂന്യമാക്കി, മെഡിറ്റേഷന് ശേഷം വളരെ മനസ്സിനെ ശൂന്യമാക്കിയിട്ട് ഇതിനെ വിഷ്വലൈസേഷനിൽ കാണുക. കാഴ്ചയിൽ കാണുക എന്ന് പറയില്ലേ, നമ്മളത് കാണുക, നമ്മളത് അനുഭവിക്കുന്ന പോലെ, ആ രുചി അറിയുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ ലെതറിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ആ സ്റ്റിയറിങ്ങിൽ നമ്മൾ ആഗ്രഹിച്ച വാഹനത്തിൻ്റെ ആ എംപ്ലം, ഇതൊക്കെ വിഷ്വലൈസേഷനിലൂടെ കണ്ടാൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കപ്പെടും. സംശയം പാടില്ല. അവിടെ ചോദിച്ചു, എനിക്ക് ഇന്ന ഒരു വാഹനം വേണം, എനിക്ക് ബെൻസ് വേണം, മിനി കൂപ്പർ വേണം, BM വേണം, ആഗ്രഹിച്ചു. അതിൽ നമ്മൾ നമ്മളുടെ എനർജിക്ക് വളരെയധികം പവറാണ്. മനുഷ്യൻ്റെ ഹ്യൂമൻ എനർജി വളരെയധികം പവറുള്ളതാണ്. ആ ഒരു 84,000 lakhs ഓഫ് ബോഡീസ് ഈ ഭൂമിയിലുള്ളതിൽ ഏറ്റവും മനോഹരമായതാണ് ഹ്യൂമൻസ് ബോഡി. ഇതിൽ മനോഹരമായ ബ്യൂട്ടിഫുള്ളായ എനർജീസ് ക്യാരി ചെയ്യുന്നതാണ്. ഞാൻ ഇതിലൊന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്യാണ്. ഞാൻ മോഹൻലാൽ സാറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. അവതാരിക ചോദിക്കുന്നുണ്ട്, ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതാണ്, റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ശാന്തമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാറില്ല, അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അടുത്തേക്ക് വരും എന്ന്. ഇത് റിലേറ്റ് ചെയ്ത് മാമിന് എന്താണ് സംസാരിക്കാനുള്ളത്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ശരീരത്തിലുള്ള, ഒരു മനുഷ്യ ശരീരത്തിലുള്ള എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ആണ് അല്ലേ നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഇപ്പം മാഡം സംസാരിച്ചപ്പോൾ എനിക്ക് അത് കണക്ട് ചെയ്യാനാണെന്ന് തോന്നിയത്, നമ്മുടെ ലാൽ സാറിൻ്റെ കാര്യം. ഇതിലെങ്ങനെയാണ് മാം ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിച്ചാൽ എന്നിലേക്ക് വരും. അതെ, അതത്ര കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. ആ പോയിന്റാണ് കോൺഫിഡൻസ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ അദ്ദേഹം കൊടുക്കുന്ന കോൺഫിഡൻസ്, പോസിറ്റിവിറ്റി, ക്രിയേറ്റീവ് സൈഡ്, എല്ലാത്തിനും വളരെയധികം വിശ്വാസമാണ് അർപ്പിക്കുന്നത്. ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ടേ അദ്ദേഹം അതിനെ കാണും. വെറുതെ റാൻഡംലി പറഞ്ഞു വിടുന്നതല്ല. ഈ വിശ്വാസത്തോടു കൂടി ഞാൻ ഇതിനെ സമീപിച്ചാൽ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്നിലേക്ക് ആകർഷിക്കപ്പെട്ട് വരും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിലേക്കാണ്. നമ്മുടെ ഉള്ളിലൊരു ഈശ്വരൻ ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ എന്തുകൊണ്ടുണ്ട്? നമ്മളുടെ ശ്വാസം ഈശ്വര ചൈതന്യത്തിൽ വന്നതാണ്. അപ്പോൾ ഈശ്വര ചൈതന്യം ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് മനുഷ്യൻ, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നേച്ചറിൽ നിന്നാണ്. നേച്ചറും നമ്മളായിട്ട് വളരെയധികം കണക്റ്റഡാണ്. നമ്മുടെ എന്താ പറയുക, മജ്ജധാതു, മാംസധാതു, അസ്ഥിധാതു, രക്തധാതു എന്നൊക്കെ പറയുന്ന ധാതുക്കളിൽ നിന്നാണ് നമ്മുടെ എന്ന് പറയുന്ന ഈ മനുഷ്യ ശരീരം രൂപപ്പെട്ട്
വരുന്നത്. ഈ രൂപപ്പെട്ട് വരുന്ന ശരീരം നിസ്സാരക്കാരല്ല. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശക്തിയും കഴിവും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് ശരിക്കും മനസ്സിലാക്കി. എവിടെ അപ്ലൈ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാം. താൻ എവിടെ ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പാഷനേറ്റ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ സ്ക്രിപ്റ്റ് വരുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് അതിനെ കണ്ടുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അപ്ലൈ ചെയ്താൽ അത് കാണികളിൽ ഇത്ര മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യപ്പെടും. നമ്മളിലേക്ക് അത് ഇറങ്ങിച്ചില്ല. നമ്മളൊരു സിനിമ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയും കരയുകയും, നമ്മളുടെ ആരായിട്ടാണ് ആ കഥാപാത്രങ്ങൾ? ആരുമല്ല, പക്ഷെ നമ്മളോട് റിലേറ്റ് ചെയ്യുന്നത് കണ്ടോ? അപ്പോൾ ആ റിലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളിൽ സംഭവിക്കപ്പെടേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ അവിടെയാണ് സംഭവിക്കപ്പെടുന്നത്. അത്രയേറെ വിശ്വാസത്തിലും അത്രയേറെ ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ നമ്മളിലേക്ക് എത്തും. ആകർഷണ നിയമമാണല്ലോ. തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും പല സ്നേഹബന്ധങ്ങളിലും പറയുന്ന പോലെ തന്നെ സ്നേഹം കൊടുത്ത് വെറുപ്പ് മാറി സ്നേഹത്തിലേക്ക് എത്തി. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്താ? സ്നേഹമാണ്, ഇഷ്ടമാണ്, പ്രണയമാണ്. ഒരു ദിവസം തിരിച്ചും ഇങ്ങോട്ട് വന്നു. ഈ ഒരു സംഭവം എല്ലാ കാര്യങ്ങളിലും സംഭവിക്കപ്പെടും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അത് സംഭവിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യത്തെ സമീപിച്ചാൽ നിങ്ങളുടെ പാഷൻ അവിടെ വർക്കാവും. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവും. നമസ്കാരം. താങ്ക് യു.